നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കഥയിൽ നിന്നാകട്ടെ ഇന്നത്തെ തുടക്കം. ഒരു കുരുവി ഒരു കൂട് കൂട്ടാൻ സ്ഥലം അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഒരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ കൂട് കൂട്ടിയപ്പോൾ വലിയ ഒരു കാറ്റത്തും മഴയത്തും ആ കൊമ്പൊടിഞ്ഞ് താഴെ വീണു. അതിലും അല്പം കൂടെ ഉയരമുള്ള ഒരു കൂട്ടിൽ ഒരു കൊമ്പിൽ കൂട് കൂട്ടാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് ആ കൊമ്പിൽ നിന്ന് ഈ കുരുവിയെ തട്ടി ഓടിച്ചു വിട്ടു. വളരെ വിഷണ്ണയായ കുരുവി ഇനി എവിടെ ഒരു കൂട് കൂട്ടി മുട്ടയിടണം എന്നാലോചിച്ചിങ്ങനെ നടന്ന് ഒരുപാട് മരങ്ങളും ചില്ലകളും മാറി മാറി നോക്കിയിട്ട് ഒന്നും കാണാതെ അവസാനം ആ ഉടമസ്ഥൻ്റെ ഓടുമേഞ്ഞ പുരയുടെ ഒരു കോണിൽ ആരുമറിയാതെ ഒരു കൂട് കൂട്ടി അതിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുരുവി നോക്കിയപ്പോൾ കാണുന്നത് വലിയ ഒരു കാറ്റത്തും മഴയത്തും ഏത് മരത്തിലാണോ താൻ കൂടുകൂട്ടാൻ ശ്രമിച്ചത് ആ മരം ചൂടോടെ മറിഞ്ഞു വീഴുന്നത് കുരുവി കണ്ടു. കുരുവി ഈശ്വരനെ സ്തുതിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. ആ മരത്തിൽ എവിടെ കൂടുകൂട്ടിയിരുന്നെങ്കിലും ആ മരത്തോടുകൂടി കുരുവിയും കുഞ്ഞുങ്ങളും നാമാവശേഷമായി തീരുമായിരുന്നു. ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂടുകൂട്ടാൻ കുരുവിക്കായത് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, പല സ്റ്റുഡൻസും എൻ്റെ അടുക്ക പറയാറുണ്ട്, ചില ജോലി അവസരങ്ങൾ വന്ന് ഇതാ ഇപ്പം ലഭിക്കും എന്നുള്ള സ്ഥിതിയിലെത്തിയതിന് ശേഷം അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് ഏറെ വിഷമമുണ്ടാക്കിയിരുന്നു. അങ്ങനെ പല ജോലികളും ശ്രമിച്ചു, കിട്ടാൻ ഏകദേശം ആകുമ്പോഴേക്കും അത് നഷ്ടപ്പെട്ടിരിക്കും. ഒരുപാട് സങ്കടവും ദുഃഖവും എല്ലാം അനുഭവിച്ചു. തീർച്ചയായിട്ടും പ്രാർത്ഥന തീക്ഷ്ണമാക്കുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ പറയുന്നത് ഇതിലൊക്കെ ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ എന്നെ ആക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു ആ ചെറിയ ജോലികളൊക്കെ നഷ്ടപ്പെട്ടത്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ചിന്തിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്നും ലഭിക്കുന്നില്ല, ഒരവസരവും വന്നു ചേരുന്നില്ല. പക്ഷേ സമയമെടുത്ത് വന്നു ചേരുന്ന അവസരങ്ങൾ എന്തുകൊണ്ടും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അവസരമായിരിക്കും. പ്രയാസപ്പെട്ടും ദുഃഖിച്ചും ചില കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നോർത്തിരിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമായ ഒരു സെഷനായി ഇത് മാറട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സെഷൻ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇതൊന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി.